നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം അർജൻറ്റീന കരുതിയിരുന്നോളുക. ഞങ്ങളൊരു പേടിയുമില്ലാതെ ഒരു ഭയവുമില്ലാതെ ആക്രമിക്കും, പോരാടും. പറയുന്നത് കേപ്പ് വെർദെയുടെ പ്രസിഡന്റ്, രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഹോസെ മരിയ നെവസാണ്. ഇന്ന് രാത്രിയാണ് അർജൻറ്റീനയും കേപ്പ് വെർദെയും തമ്മിലുള്ള വേൾഡ് കപ്പ് റൗണ്ട് ഓഫ് 32 പോരാട്ടം നടക്കുന്നത്. ആ മത്സരത്തിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ അവരുടെ പ്രസിഡന്റ് ഈ രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇൻഫോ പ്രസ് എന്ന ന്യൂസ് ഏജൻസിയോടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് യാതൊരുവിധ ഭയവുമില്ല അർജൻറ്റീനയ്ക്കെതിരെ കളിക്കുമ്പോൾ. അതുപോലെ തന്നെ സെയിം വിശ്വാസത്തോടെയും പ്രതീക്ഷയോടുകൂടിയും ഞങ്ങൾ ഇറങ്ങും. എബവ് ഓൾ വിത്ത് സെയിം എനർജി. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വിത്ത് സെയിം കമ്മിറ്റ്മെൻറ്റ്, ദി സെയിം ക്യാരക്ടർ, ദി സെയിം ഡിറ്റർമിനേഷൻ വിത്ത് വിച്ച് വി വിൽ ബിൽഡ് കേപ്പ് വെർദെ ഡ്യൂറിങ് ദീസ് 50 years. കഴിഞ്ഞ 19 വർഷക്കാലം കേപ്പ് വെർദെ എന്നുള്ള ഈ രാജ്യത്ത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന അതേ വിശ്വാസത്തോടുകൂടിയും അതേ പ്രതീക്ഷയോടുകൂടിയും അതേ എനർജിയോടുകൂടിയും അതേ കമ്മിറ്റ്മെൻറ്റോടുകൂടിയും അതേ ക്യാരക്ടറോടുകൂടിയും അതേ ഡിറ്റർമിനേഷനോടുകൂടിയും ഞങ്ങൾ ഈ കളിയിൽ കളിക്കും, ആഞ്ഞടിക്കും. അതാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം ഒരു ഒഫീഷ്യൽ വിസിറ്റിലാണ്. പോർച്ചുഗീസ് സിറ്റി ആയിട്ടുള്ള കൊയിംബ്രയിലാണ് അദ്ദേഹം ഉള്ളത്. അവിടെ ഇപ്പം ലോക ചാമ്പ്യന്മാർക്കെതിരെയാണല്ലോ ഇപ്പം കേപ്പ് വെർദെയുടെ അടുത്ത മത്സരമുള്ളത്, ഇന്നത്തെ കളികൾ. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അവർ ഡെസ്റ്റിനി ഈസ് ഇൻ ദിസ് വേൾഡ് കപ്പ് ഈസ് ടു ഫേസ് ചാമ്പ്യൻസ് നേരിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ഞങ്ങൾക്ക് സാധ്യതയുണ്ടോ ഇല്ലയോ എങ്ങനെ വിലയിരുത്തിക്കോട്ടെ, പ്രശ്നമില്ല. ഫോർ എസ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റീസിനൊന്നും ഒരു കാര്യവുമില്ല. എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കളിക്കളത്തിൽ ഞങ്ങൾ ചിന്തുന്ന വിയർപ്പ്, ഞങ്ങൾ കാണിക്കുന്ന എനർജി, ഞങ്ങളുടെ റെസിലിയൻസ്, ഞങ്ങളുടെ എബിലിറ്റി, അതിനൊക്കെയാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു സംശയവും വേണ്ട, ഞങ്ങൾ നല്ല പോരാട്ടം നടത്തും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ 50 വർഷക്കാലത്തിന് മുമ്പ് കേപ്പ് വെർദെ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ബെസ്റ്റ് അമംഗ് ദി വേൾഡ് എന്ന രൂപത്തിൽ വേൾഡ് കപ്പിൻ്റെ കാര്യത്തിലെത്തുന്നു. ലോകകപ്പ് കളിക്കുന്ന 48 ടീമുകൾ ഞങ്ങളുണ്ട്. ഞങ്ങളിതാ റൗണ്ട് ഓഫ് 32 എത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഫുട്ബോളിൽ ഞങ്ങൾക്ക് ബെസ്റ്റാകാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് ഹെൽത്തിലും എഡ്യൂക്കേഷനിലും മറ്റ് ഏരിയാസിലും ഒക്കെ ബെസ്റ്റ് ആകാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എക്സലൻസിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഈ ഒരു ആത്മവിശ്വാസവും ഈ ഒരു പ്രകടനവും ഒക്കെ ഇന്ന് കളിക്കളത്തിൽ കാണാൻ പറ്റുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.